അല്ലേ നമുക്കിനി റിയാക്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ റിയാക്റ്റിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കമ്പണന്റ് ഉണ്ടാക്കുന്ന പഠിച്ചു, കമ്പണന്റ് സ്റ്റൈൽ കൊടുക്കുന്ന പഠിച്ചു. അപ്പൊ ഇതുവരെയുള്ള സാധനങ്ങൾക്ക് സ്റ്റാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാത്ത സാധനങ്ങളായിരുന്നു അല്ലേ? ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനത്തിന് ഇൻട്രൊഡ്യൂസ് എനിക്കൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. കൗണ്ടർ ആപ്ലിക്കേഷൻ നമുക്കറിയാം, നമുക്ക് എണ്ണാണ് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കണം. ജസ്റ്റ് ഇപ്പൊ ഞാൻ H1 ഒരു കൗണ്ട് കൊടുക്കണം, പിന്നെ ഒരു ബട്ടൺ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്ലസ് കൊടുക്കാം. ഇത് റൺ ചെയ്യണമെങ്കിൽ npm റൺ ഡെവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് റൺ ചെയ്തിട്ട് ബ്രൗസറിനകത്ത് തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഉള്ളത്? ഒരു കൗണ്ടും ഉണ്ട്, ഒരു പ്ലസ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് ഇത്രയും സിമ്പിൾ ആണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ സാധനം ഇങ്ങനെ കൂടണം. 0 1 2 3 അങ്ങനെ കൂടണം. അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്താ സംഭവിക്കണ്ടേ? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോഡ് വർക്ക് ചെയ്യണം. അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോഡ് വർക്ക് ചെയ്യണം. നമ്മൾ സാധാരണ നമ്മൾ HTML പഠിക്കുന്ന സമയത്ത് HTML ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ട് നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടായിരുന്നല്ലേ? നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാണ്. പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാണ്. ഞാൻ ഇൻക്രിമെന്റ് തന്നെ വിളിക്കാണ്. ഇൻക്രിമെന്റ് ആ ഫംഗ്ഷനുള്ളിൽ ഞാൻ എന്താണ് കൺസോൾ ലോഗിയാണ് ഇൻക്രിമെന്റ് കോഡ്. ആ ഫംഗ്ഷനെ വിളിച്ച് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് എനിക്ക് ഈ ഫംഗ്ഷൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം. അതായത് ഈ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ബട്ടണിന്റെ അകത്ത് ഓൺ ക്ലിക്ക് ഉണ്ട്. ഓൺ ക്ലിക്ക് എന്നിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫംഗ്ഷന്റെ പേര് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഫംഗ്ഷന്റെ പേര് ഇൻക്രിമെന്റ് ആണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇൻസ്പെക്ട് കൊടുത്തിട്ട് നമുക്ക് കൺസോൾ തുറന്നു നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇൻക്രിമെന്റ് കോഡ് മീൻസ് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കഷ്ണം കോഡ് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ബട്ടണിന്റെ ഓൺ ക്ലിക്കിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഫംഗ്ഷന്റെ പേര് അങ്ങോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ എഴുതാൻ നമുക്ക് ജാവയിൽ വേറെ വഴിയുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഫംഗ്ഷനെ ഈ ആപ്പിന്റെ ഉള്ളിൽ തന്നെ എഴുതണം എന്ന് വിചാരിച്ചു. ആപ്പ് എന്നുള്ള ഓൾറെഡി ഒരു ഫംഗ്ഷൻ ആണ്. അതിനുള്ളിൽ വീണ്ടും ഒരു ഫംഗ്ഷൻ കൊടുക്കുന്ന സുഖമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ വാരിയബിൾ ഉണ്ടാക്കുന്ന പോലെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? ആരോ ഫംഗ്ഷൻസ് നമ്മൾ അതിനെ വിളിക്കുക എന്ന് വെച്ചാൽ വാരിയബിൾ ഉണ്ടാക്കുന്ന കോൺസ്റ്റ് കൊടുത്താണ്ട് കൊടുക്കാം. കോൺസ്റ്റ് വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ അല്ലേ? അപ്പോൾ ഈക്വൽ ടു വാല്യൂ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഫാറ്റ് ആരോ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ആരോ ഫംഗ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ വിളിക്കാം. ഇങ്ങനെ കൊടുത്താലും മതി. കൊടുത്തിട്ടും സാധനം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നു. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുത്തു. ഫംഗ്ഷൻ ഈ ആപ്പിന്റെ ഉള്ളിലുള്ള സാധനം തന്നെ നമ്മൾ അതിന് ആരോ ഫംഗ്ഷൻ ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, എനിക്ക് വേണ്ടത് ഇവിടെയുള്ള ഈ വാല്യൂ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാറണം. ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സെറ്റ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിൾ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ കൗണ്ടിന് ഇവിടെ കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇതിന് പകരം കൗണ്ട് കൊടുത്താൽ മതി. കണ്ടോ 0 തന്നെ കാണുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 10 കൊടുക്കാം. 10 കൊടുത്താൽ കണ്ടോ കൗണ്ട് ആ കൗണ്ടിന്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൗണ്ട് ഇങ്ങനെ കൂട്ടണം. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻക്രിമെന്റ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനുള്ളിൽ വെച്ചിട്ട് കൗണ്ട് അങ്ങോട്ട് കൂട്ടാം. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ട് ആക്കിയിട്ട് കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ മതിയാവും. അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം. കൗണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് അങ്ങ് കാണിച്ചു. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യണേ. കൗണ്ട് 1 2 3 4 കൂടുന്നുണ്ട്. പക്ഷേ പേജിനകത്ത് ഇത് മാറണില്ല. സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു വാരിയബിൾ ഉണ്ടാക്കി ആ വാരിയബിൾ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ പേജിൽ അത് മാറില്ല. കാരണം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്നിട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈഡ് അങ്ങനെ ഇന്നർ HTML ഒക്കെ വെച്ചാണ് നമ്മൾ പേജിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ റിയാക്റ്റിൽ ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്കറിയാം ഈ കൗണ്ട് എന്നുള്ള വാരിയബിൾ ഉണ്ടല്ലോ. ഈ കൗണ്ട് എന്നുള്ള വാരിയബിൾ ആക്ച്വലി നമ്മളെ പേജിന്റെ സ്റ്റേറ്റിനെ തീരുമാനിക്കുന്ന വാരിയബിൾ. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇല്ല, നമ്മളെ പേജിന്റെ ഇപ്പോഴുള്ള അവസ്ഥ. കൗണ്ട് 0 ആണെങ്കിൽ പേജിൽ 0 എന്ന് കാണിക്കുക. കൗണ്ട് 1 ആണെങ്കിൽ പേജിൽ 1 എന്ന് കാണിക്കുക. അപ്പോൾ ആക്ച്വലി ഈ ഒരു വാരിയബിൾ ഒരു സാധാരണ വാരിയബിൾ അല്ല, ഇതൊരു സ്റ്റേറ്റ് വാരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുത്തുന്ന ചേഞ്ചുകൾ നമ്മുടെ പേജിനകത്ത് മാറും. അപ്പൊ അതാണ് സ്റ്റേറ്റ്. എന്താണ്? ഒരു വാരിയബിൾ ആണ്, സാധാരണ വാരിയബിൾ പോലത്തെ വാരിയബിൾ ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ? അതിൽ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ പേജിൽ അത് കാണണം. ആ ടൈപ്പ് വാരിയബിളുകൾ നമ്മളെ സ്റ്റേറ്റ് വാരിയബിളുകൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ സ്റ്റേറ്റ് വാരിയബിളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ യൂസ് സ്റ്റേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ റിയാക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ഈ യൂസ് കൊണ്ട് തുടങ്ങുന്ന ഫംഗ്ഷനുകൾ നമ്മൾ യൂഷ്വലി ഹുക്കുകൾ എന്ന് വിളിക്കാം കേട്ടോ. ഹുക്ക് എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ തൽക്കാലം ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മളെ പേജിന്റെ സ്റ്റേറ്റിനെ തീരുമാനിക്കുന്ന വാരിയബിൾ നമ്മൾ സ്റ്റേറ്റ് വാരിയബിൾ എന്ന് വിളിക്കും. മീൻസ് ആ വാരിയബിൾ മാറിക്കഴിഞ്ഞാൽ പേജിലും ഇത് റിഫ്ലക്ട് ചെയ്യണം. ആ ടൈപ്പ് വാരിയബിളുകൾ നമ്മൾ സ്റ്റേറ്റ് വാരിയബിൾ എന്ന് വിളിക്കാം. ഈ വാരിയബിളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് റിയാക്റ്റിൽ, അതാണ് യൂസ് സ്റ്റേറ്റ്. യൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹുക്കുകൾ എന്ന് വിളിക്കാം. ഹുക്കുകൾ എന്താണെന്ന് നമുക്ക് കൂടുതൽ പിന്നെ പറയാം. അപ്പൊ യൂസ് സ്റ്റേറ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വിളിക്കണം. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഈ സ്റ്റേറ്റ് വാരിയബിളിന് ഡീഫോൾട്ട് ആയിട്ട് എന്ത് വാല്യൂ കൊടുക്കണം? പക്ഷെ കൗണ്ടിന് ഡീഫോൾട്ട് ആയിട്ട് എന്ത് വാല്യൂ കൊടുക്കണം? കൗണ്ടിന് ഡീഫോൾട്ട് ആയിട്ട് 0 കൊടുക്കണം. ഈ ഫംഗ്ഷൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പുറത്തേക്ക് തരുന്നത്. ഒന്ന് നമ്മുടെ ഈ കൗണ്ട് തന്നെ. ഇപ്പൊ ഞാൻ ലെറ്റിന് അവരോട് കോൺസ്റ്റ് കൊടുക്കുകയാണ്. രണ്ടാമത്തത് ആ കൗണ്ടിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ അതിനെ സെറ്റ് കൗണ്ട് എന്ന് വിളിക്കുകയാണ്. നിങ്ങൾക്ക് തേങ്ങാന്നോ മാങ്ങാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹുക്ക് റിയാക്റ്റിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു.
അപ്പോൾ ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ പേജിനകത്തുള്ള സ്റ്റേറ്റ് വേരിയബിളുകളെ വെച്ചാൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ പേജിന്റെ ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്. മീൻസ് ആ വേരിയബിൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പേജിൽ അത് റിഫ്ലക്ട് ചെയ്യണം. ആ ടൈപ്പ് വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക്. അധികം തല ഉണ്ടാക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ യൂസ് സ്റ്റേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡീഫോൾട്ട് ആയിട്ട് ആ സ്റ്റേറ്റ് വേരിയബിളിന്റെ വാല്യൂ എന്താന്ന് കൊടുക്കണം. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെ നമുക്ക് തിരിച്ചിരുന്നത്, ഈ ഫംഗ്ഷൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തിരിച്ചു തരുന്നത്. ഒന്ന് കൗണ്ടും, രണ്ടാമത്തെ ആ കൗണ്ടിനെ മോഡിഫൈ ചെയ്യാനുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ സാധാരണ കൗണ്ടിനെ മോഡിഫൈ ഇങ്ങനെയല്ലേ, കൗണ്ടിന്റെ വാല്യൂ കൗണ്ട് പ്ലസ് പ്ലസ് ആയിട്ട് ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്യാം. നമ്മൾ ഈ യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ സ്റ്റേറ്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ആ വേരിയബിൾ നമുക്ക് നേരെ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് ആ വേരിയബിളിനെ മാറ്റണമെങ്കിൽ നമ്മൾ സെറ്റ് കൗണ്ട് എന്നുള്ള ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കൗണ്ടിന്റെ വാല്യൂ, ഇപ്പോൾ ഞാൻ കൗണ്ടിന്റെ വാല്യൂ 15 ആക്കണമെങ്കിൽ 15 കൊടുത്താൽ മതി. കൗണ്ടിന്റെ വാല്യൂ ഞാൻ കൗണ്ട് പ്ലസ് 1 കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കാട്ടോ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, സ്റ്റേറ്റ് വേരിയബിൾ എന്താ പറഞ്ഞത്, നമ്മുടെ പേജിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് വേരിയബിളുകൾ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. ആ ടൈപ്പ് വേരിയബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ട് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ തരുന്നുണ്ട്. ആ ഫംഗ്ഷനാണ് യൂസ് സ്റ്റേറ്റ്. ഇങ്ങനത്തെ യൂസ് കൊണ്ട് തുടങ്ങുന്ന ഫംഗ്ഷനെ നമ്മൾ ഹുക്കുകൾ എന്ന് വിളിക്കാം. അപ്പം യൂസ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ആ ഫംഗ്ഷന് പാസ് ചെയ്യേണ്ടത് നമ്മുടെ ആ സ്റ്റേറ്റ് വേരിയബിളിന്റെ ഡീഫോൾട്ട് വാല്യൂ ആണ്. എന്നിട്ട് അത് നമുക്ക് രണ്ട് കാര്യങ്ങൾ തരും. ഒന്ന് സ്റ്റേറ്റ് വേരിയബിളും, രണ്ടാമത്തത് ആ സ്റ്റേറ്റ് വേരിയബിളിനെ മോഡിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇനി നമുക്ക് പേജ് ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, മാറുന്നുണ്ട്, കൗണ്ട് മാറുന്നുണ്ട്, പേജിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ സർക്കസാണ് ഇപ്പൊ കളിച്ചത്, ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു, യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ റിയാക്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റും. യൂസ് സ്റ്റേറ്റ് തേങ്ങ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത്, ഇപ്പൊ നമ്പർ തന്നെ ആണെന്നില്ല, സ്ട്രിങ് ആയാലും എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇത് നമുക്ക് തരിക. ഒന്ന് സ്റ്റേറ്റ് വേരിയബിൾ, രണ്ടാമത്തെ ആ സ്റ്റേറ്റ് വേരിയബിളിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഇതൊക്കെ കമന്റ് ചെയ്തിട്ട് എക്സ് എന്താ തരുന്നത് ഞങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ആ എക്സിന്റെ വാല്യൂ ആണ്. എക്സ് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഒന്ന് സ്റ്റേറ്റ് വേരിയബിളും രണ്ടാമത്തെ ഫംഗ്ഷനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റേറ്റ് വേരിയബിൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ.